അവനാമിസ് ആണ്. അപ്പൊ നമ്മളെ സോഷ്യൽ സയൻസിലെ നമ്മളെ ചാപ്റ്റർ 2-ലും 3-ലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് മിസ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒളിമ്പിക്സ് എവിടെയാ തുടങ്ങിയെന്ന് ഓർത്ത് വെക്കുക. പുരാതന ഗ്രീസ്. അതുപോലെ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എവിടെയാ തുടങ്ങിയത്? യെസ്, ഏതൻസിലാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഗ്രീക്കോ പേർഷ്യൻ വാർ ആരാണ്? ദ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട് അല്ലെ. ആ ഒരു ദ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ ബുക്ക് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിന്റെ ആ ഒരു ഡിപ്പെൻഡേറ്റ് ആണ് നമ്മൾ ദ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത്. ആരെഴുതിയടാ? യെസ്, ഹെറഡോട്ടസ് ആണ്. ഹെറഡോട്ടസിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഫാദർ ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മള് പെലോപ്പൊനീഷ്യൻ വാർ. ഈ പെലോപ്പൊനീഷ്യൻ വാറിനെ ആസ്പദമാക്കിയിട്ടൊരു ബുക്ക് വന്നിട്ടുണ്ട്, ദ ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ അല്ലെ, ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ. ഇത് ആരെഴുതി മക്കളെ? ഇത് ആരെഴുതി? യെസ്, തൂസിഡൈഡ്സ് ആണ്. ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ക്ലാസ് 6-ല് 26 വരെ ഒരു ഓഫർ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട, ഇതിൽ നിങ്ങൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മതി, പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ മക്കളെ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും, നോട്ട്സ്, മൈക്രോ ബിറ്റ്സ്, അതുപോലെ ക്യാപ്സ്യൂൾ നോട്ട്സ്, ലൈവ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. വേഗം തന്നെ പോയിക്കൊണ്ടു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമുക്കറിയാലേ, നമ്മൾ പറഞ്ഞു ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം അല്ലെ. ഗ്രീക്കും അതുപോലെ തന്നെ നമ്മളെ പേർഷ്യനും യുദ്ധം നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഗ്രീക്കോ പേർഷ്യൻ വാർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ സ്പാർട്ടയും ഏതൻസും യുദ്ധം നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് പെലോപ്പൊനീഷ്യൻ വാർ എന്നും അറിയപ്പെടും. ഓർമ്മിച്ച് വെക്കുക. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മഗധയുടെ വളർച്ചയുടെ കാരണം അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഗ്രോത്ത് ഓഫ് മഗധ. മഗധയുടെ വളർച്ച എന്തൊക്കെയായിരുന്നു? നല്ല പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, ഫെർട്ടിലിറ്റി ആയിരുന്നു, പിന്നെ എന്താണ് നമ്മൾ അഗ്രികൾച്ചറും ട്രേഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ് അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾക്ക് തേർഡ് ചാപ്റ്റർ ആയ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റിന് എന്തൊക്കെ വരും എന്ന് നോക്കാം. യെസ്, നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്തൊക്കെയാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ, പ്രൊവൈഡിങ് ഹെൽത്ത് സർവീസ്, building roads and bridges, ensuring justice by enacting fair laws, providing basic amendments like drinking water and electricity, providing systems for protection from natural disaster. എന്താണ്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, വിദ്യാഭ്യാസം നൽകുക, ആരോഗ്യ സേവനങ്ങൾ നൽകുക, റോഡുകളും പാലങ്ങളും നിർമ്മിക്കൽ, ന്യായമായ നിയമങ്ങൾ നടപ്പിലാക്കുക, അതുപോലെ കുടിവെള്ളം, അതുപോലെ വൈദ്യുതി ഒക്കെ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഗവൺമെന്റ് ഡ്യൂട്ടീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസും ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസും നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. ഏകദേശം ഒരുപോലെയാണ്, മാറിപ്പോവാൻ പാടില്ല. എന്താ? പ്രൊട്ടക്ട് ദി സോവറിനിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് സ്റ്റേറ്റ് അല്ലെ. പരമാധികാരം എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് ദി ലൈവ്സ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക. എൻഫോഴ്സ് ദി ലോ അല്ലെ, ലോ കൊടുക്കുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷൻ നൽകുക. ദെൻ പ്രൊവൈഡ് ഹെൽത്ത് സർവീസ്, ഹെൽത്ത് സർവീസ് കൊടുക്കുക. കൺസ്ട്രക്ട് റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിംഗ് അല്ലെ, ബിൽഡിംഗ്, റോഡ്സ്, ബ്രിഡ്ജസ് ഒക്കെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സ്റ്റേറ്റിൽ ഇല്ലാത്ത കാര്യമാണ്, ഗവൺമെന്റിൽ ഉണ്ട്. എന്താണ്? തൊഴിൽ സാധ്യതകൾ കൊടുക്കുക. കളക്ട് ടാക്സസ്, എന്താണ്? നികുതി പിരിക്കുക, ടാക്സ് പിരിക്കുക. പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ ടൈംസ് ഓഫ് നീഡ്, മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് അല്ലെ, ആവശ്യ സമയത്ത് സഹായിക്കാം. പുറം രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തുക. ഇതായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫ്യൂഡൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്യൂഡൽ സിസ്റ്റത്തിൽ ആർക്കായിരുന്നു ഭരണം അല്ലെങ്കിൽ ആരായിരുന്നു ആ ഒരു റൂളർ? ആരായിരുന്നു? യെസ്, ലോർഡ്സ് ആയിരുന്നു. ലോർഡായിരുന്നു അല്ലെങ്കിൽ പ്രഭുക്കന്മാരായിരുന്നു. ലോർഡായിരുന്നു അല്ലെങ്കിൽ പ്രഭുക്കന്മാരായിരുന്നു. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആരെങ്കിലും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ ഒന്നും അടക്കേണ്ട. ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ക്ലാസ് 6ന്റെ സോഷ്യൽ സയൻസ് വി ആർ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. 2 ചാപ്റ്ററിന് ഇതൊക്കെ ആർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവ്ന മിസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വേഗം തന്നെ മിസ്സിന്റെ സ്മൈലീസ് തരിക കേട്ടോ. അപ്പൊ ബൈ, സീ യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. ബൈ.